ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 1 kg വാഞ്ചോ കേക്കിൻ്റെയും 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെയും വീഡിയോ ആണ് കേട്ടോ. അപ്പം കേക്കിന് വേണ്ടി കേക്കെല്ലാം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാഞ്ചോ കേക്ക് കുറച്ച് ഹൈറ്റിൽ, അതായത് നമ്മൾ നോർമലി ഞാൻ വാഞ്ചോ കേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പീസ് ചോക്ലേറ്റ് കേക്കും അതുപോലെ 1 പീസ് വാനില കേക്കും, അല്ലെങ്കിൽ 2 പീസ് വാനില കേക്കും 1 പീസ് ചോക്ലേറ്റ് കേക്കും, ആ രീതിയിലായിരുന്നു ചെയ്യുന്നത്. അപ്പം ഇത് ഒരു തീം കേക്കാണ്, കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീം കേക്കാണ്. അപ്പോൾ എനിക്ക് മോഡ് ഇട്ട് വന്നപ്പോൾ അത് മനസ്സിലായി, കുറച്ച് ഹൈറ്റുള്ളൊരു കേക്കായിരുന്നു അത്. അതായത് 4 പീസ് വെച്ചിട്ടുള്ളൊരു 4 പീസ് സ്പഞ്ച് വെച്ചിട്ടുള്ളൊരു കേക്കാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ കേക്ക് ചെയ്തെടുത്തത്. അപ്പം ആദ്യം ബ്ലാക്ക് സ്പഞ്ച് വെച്ചിട്ട് നമ്മുടെ ബ്ലാക്ക് ഗനാശയും ബ്ലാക്ക് ക്രീമും എല്ലാം കൊടുത്തു. അതിനുശേഷം വൈറ്റ് സ്പഞ്ച് വെച്ചിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാശയും അതുപോലെ ക്രീമിലും വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടോപ്പിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ടും വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റ് ചോക്കോ ചിപ്സാണ്. അപ്പം ബ്ലാക്കിന് ബ്ലാക്ക് ചോക്കോ ചിപ്സും വൈറ്റിന് വൈറ്റ് ചോക്കോ ചിപ്സും ആ രീതിയിൽ നമ്മൾ ലെയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ മോഡൽ ഉണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, ഒരുപാട് വർക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു തീമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റി. പിന്നെ ഇതൊരു കാർ തീമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാറ് വാങ്ങി അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു കേക്കിൽ ചെയ്തത്. എനിക്കല്ലെങ്കിൽ ഈ കിഡ്സ് തീം കേക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു കുട്ടികൾ കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ടു വളർന്ന സംഭവങ്ങൾ, അതായത് കുഞ്ഞുങ്ങൾ കളിക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാറുകൾ, ടോയ്സ്, അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് അത് കേക്കിലും കൂടെ വരിക എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം വരുന്നൊരു കാര്യമല്ലേ. അങ്ങനെ അതാവുമ്പം കേക്ക് മിക്കപ്പോഴും പിള്ളേർ കേക്ക് കട്ട് ചെയ്യാവുന്ന ടൈം ആകുമ്പോഴത്തേനും ഭയങ്കര നിർബന്ധവും ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ടോയ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള തീമിലോ ഒക്കെ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ കാർ പ്രിൻ്റൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഞാൻ മിക്ക കേക്കിലും ഞാൻ മിസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസ് ആണ്. കാര്യം ഏത് കേക്കാണെങ്കിലും ഞാൻ അവിടെ ബട്ടർഫ്ലൈ മിക്ക കേക്കിലും ഞാൻ വെക്കാറുണ്ട്. കാര്യം കുഞ്ഞു പിള്ളേരാകുമ്പോഴത്തേന് ബട്ടർഫ്ലൈ ഒക്കെ അല്ലേ അത് കണ്ട് വളരുന്നത്. അപ്പോൾ അവർക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞാനതുകൊണ്ട് മിക്കപ്പോഴും ബട്ടർഫ്ലൈയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞിനാണ് കേക്ക് എന്ന് പറയുമ്പോഴേ, കുഞ്ഞുങ്ങൾക്കാണ് കേക്ക് എന്ന് പറയുമ്പോഴേ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തീം തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സ്പൈഡർമാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോലും കുട്ടികൾക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അവരും നല്ല ഹാപ്പി ആയിരിക്കും. കേക്ക് കാണുമ്പോഴേ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കേക്ക് കണ്ടപ്പോഴേ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റി, അങ്ങനെയൊക്കെ ഒത്തിരിയും കേട്ടിട്ടുണ്ട്. അപ്പോൾ മിക്കപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീം തന്നെ നമ്മൾ വൈറ്റ് ക്രീമിൽ കേക്കെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടിയിലായിട്ട് ചെറിയൊരു ബ്ലൂ കളർ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബോർഡർ കൊടുത്തതിന് ശേഷം എനിക്ക് ഇട്ട് തന്ന മോഡലിൽ കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ ഫോണ്ടൻ്റ് ആയിരുന്നേ. ഫോണ്ടൻ്റ് കട്ട് ചെയ്ത് ടൈ രീതിയിൽ കെട്ടി വെക്കുന്ന രീതിയിലായിരുന്നു എനിക്ക് മോഡൽ കിട്ടിയത്. പക്ഷേ നമ്മൾ ഫോണ്ടൻ്റ് കൂടുതലും ഞാൻ യൂസ് ചെയ്യാറില്ല. മിക്കവാറും പറയുന്നവരോടെല്ലാം ഞാൻ പറയാറുണ്ട്, ഫോണ്ടൻ്റ് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണ്, എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും പറയുന്നവരോടൊന്നും ഞാൻ അങ്ങനെ ഫോണ്ടൻ്റ് സജസ്റ്റ് ചെയ്യാറില്ല. ഇത് നമ്മൾ ചെയ്തെടുത്തതും ഒരു ടൈ പോലെ ചെയ്തെടുത്തതും ടൈ അല്ല ബോ പോലെ ചെയ്തെടുത്തതും ക്രീമിൽ തന്നെയാണ് ചെയ്തെടുത്തത്. പിന്നെ അതുപോലെ കാറും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നി. അടുത്ത കേക്ക് തലേന്ന് രാത്രി ഒരു 8 മണി ആ ടൈമിലാണ് എന്നോട് വിളിച്ച് പറയുന്നത്, ഇതുപോലെ നാളത്തേക്ക് കേക്ക് വേണം 2 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം 2 കിലോ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം കൂടുതൽ ആളുകളുള്ള ഫംഗ്ഷനാണെങ്കിൽ എന്തായാലും ഞാൻ സ്ക്വയറാണ് സജസ്റ്റ് ചെയ്യാറ്. കാര്യം എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിലും സ്ക്വയർ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം അങ്ങനെ ഇതുപോലെ കേക്ക് വിളിച്ചിട്ട് പറഞ്ഞു. ഇതുപോലെ കേക്ക് കൺഫേം ആയതിനു ശേഷമാണ് നമ്മൾ മിക്കപ്പോഴും കേക്ക് ചെയ്ത് തുടങ്ങാറുള്ളൂ. അങ്ങനെ കേക്കെല്ലാം കൺഫേം ആക്കി. അങ്ങനെ നൈറ്റ് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേന് കേക്ക് ബേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ബേക്കിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് പിറ്റേന്ന് രാവിലെ 9 മണി 9:30 ടൈമിൽ തന്നെ ഡെലിവറി ചെയ്യേണ്ട ഒരു കേക്കും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സമയം കളയുന്നില്ല, പെട്ടെന്ന് കേക്കെല്ലാം ബേക്ക് ചെയ്തെടുത്തു. ബേക്ക് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ, 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. അങ്ങനെ കേക്കെല്ലാം ബേക്ക് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിന് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ ചെറിയുമാണ്.
ഫില്ലിങ് കൊടുക്കുന്നത്. പിന്നെ സ്ക്വയർ കേക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 4 കോർണറും നല്ല ഷാർപ്പായിട്ടിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കാൻ. പക്ഷേ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ആ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാര്യം ചെയ്തെടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ നമ്മൾ റൗണ്ട് കേക്ക് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് നമ്മുടെ അതിൻ്റെ ഇത് നല്ല രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ സ്ക്വയർ കേക്ക് അങ്ങനെയല്ല, നല്ല രീതിയിൽ ടൈം എടുത്ത് പണി ചെയ്തെങ്കിലേ നമുക്കത് കറക്റ്റ് ഫിനിഷിങ്ങിലും കിട്ടത്തുള്ളൂ. അങ്ങനെ പിന്നെ എനിക്ക് മോഡലെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ഒരു 2 ദിവസം മുമ്പേ ചെയ്ത ഒരു റൗണ്ട് കേക്കിൻ്റെ മോഡലായിരുന്നു എനിക്ക് ഇട്ട് തന്നത്. അതിൽ ജസ്റ്റ് ചെറിയൊരു പിങ്കിൻ്റെ 1-2 പൂക്കൾ റോസറ്റ് ചെറിയൊരു ഡിസൈനായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ പിന്നെ അതുപോലെ തന്നെ സ്ക്വയറിൽ ചെയ്തെടുക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു മോഡലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കേക്കിൽ ഞാൻ ചെയ്തൊരു മോഡലാട്ടോ. കുറേ കേക്കിൽ ഞാൻ ഈ സെയിം മോഡൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനും കൂടാണ്. ജസ്റ്റ് സൈഡിൽ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊരു കളർ ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് സൈഡിലോട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു ബോർഡറായിട്ട് തന്നെ അതവിടെ നിന്നോളും. പിന്നെ കുഞ്ഞൊരു സ്റ്റാർ നോസിൽ ഇട്ടിട്ട് നമ്മൾ താഴെ ബോർഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡ് നമ്മുടെ റോസറ്റ നോസിലുണ്ട്, വലിയ റോസറ്റ നോസിലുണ്ട്. ആ നോസിൽ വെച്ചിട്ട് 4 സൈഡും ഇതുപോലെ ചെറിയ പൂക്കൾ വരച്ചു കൊടുത്തു. 4 കോർണറിലും പൂക്കളെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ചെറിയൊരു ഇതുപോലെ എന്ന് വെച്ചാൽ ഫുൾ ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നീട് നമ്മുടെ ചെറിയ ഗോൾഡൻ ബീഡ്സ് ഉണ്ട്, ഷുഗർ ബോൾസ്, അത് എല്ലാ പൂക്കളിലും എല്ലാം ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിങ് മലയാളത്തിലായിരുന്നു ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് മലയാളത്തിൽ എഴുതാനൊക്കെ ഇഷ്ടമാണ് എങ്കിലും നമ്മൾ കേക്കിൽ എഴുതുമ്പോൾ എപ്പോഴാണെങ്കിലും കൈവറച്ച് പോകും. അത് ഒരു ഇതാണ്. ആദ്യം ചെറിയൊരു ജസ്റ്റ് ഒരു പ്ലേറ്റിലൊക്കെ എഴുതി നോക്കിയതിന് ശേഷം, ഒരു ചെറിയ ബോർഡിലോ പ്ലേറ്റിലോ ഒക്കെ എഴുതി നോക്കിയതിന് ശേഷമാണ് ഞാൻ കേക്കിലോട്ട് എഴുതാറുള്ളൂ. പക്ഷേ ഇംഗ്ലീഷാണെങ്കിൽ പ്രശ്നമില്ല, ഡയറക്റ്റ് നമ്മൾ എഴുതി പോവും. പക്ഷേ മലയാളം എപ്പോഴും എഴുതുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എപ്പോഴാണെങ്കിലും എഴുതുമ്പോൾ കൈ വരയ്ക്കും. അങ്ങനെ ഇച്ചിരി പാടുപെട്ടിട്ടാണ്, അത് കുറച്ചൊന്നുമല്ല, ഇച്ചിരി കൂടുതൽ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയെടുക്കാൻ പറ്റി. അപ്പൂപ്പനൊക്കെ എഴുതുമ്പോൾ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഹൃദയം നിറഞ്ഞതൊക്കെ എഴുതുമ്പോഴത്തേന് ആ ഒരു എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എങ്ങാനും തെറ്റിപ്പോകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ലാതെ എഴുതിയെടുക്കാൻ പറ്റി. പിന്നെ ഇത് മിക്കപ്പോഴും ചെയ്തിട്ടുള്ളൊരു ഡിസൈനും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതാമെന്നായിരുന്നു വിചാരിച്ചത്. അതായത് നേരെ എഴുതാം, ചരിച്ചെഴുതണ്ട, നേരെ എഴുതാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ എഴുതി വന്ന് പിന്നെ ഞാൻ കോർണർ പിടിച്ച് നോക്കിയപ്പം ഈ ചരിച്ചെഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ, എങ്ങാനും സ്ഥലം തികയാതെ വന്നാലോ എന്ന് പേടിച്ചിട്ട് പിന്നെ ചരിച്ചെഴുതുകയാണ് ചെയ്തത്. പിന്നെ ബാക്കി വന്ന സ്ഥലത്തിൽ ആസ് യൂഷ്വൽ ഞാൻ എന്നും ചെയ്യുന്നത് പോലെ കുറച്ച് ഹാർട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഹാർട്ട്സ് ഇട്ട് കൊടുത്തപ്പോൾ ബാക്കി കുറച്ച് സ്പേസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളതുപോലെ തോന്നി അവിടെ, അതുകൊണ്ട് കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തു. പിന്നീട് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ബട്ടർഫ്ലൈ, അത് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഹാർട്ടും ബട്ടർഫ്ലൈ ഇല്ലാത്ത ഒരു കേക്ക് പോലും എൻ്റെ കാണത്തില്ല. ഞാൻ മിക്ക കേക്കിലും ഹാർട്ടും ഒഴിച്ചുകൂടാത്ത സംഭവങ്ങളാണ് ഹാർട്ടും ബട്ടർഫ്ലൈ. അങ്ങനെ അതും നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റി, കുഴപ്പമില്ലാതെ തന്നെ ചെയ്തു. പിന്നെ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ കൊടുക്കേണ്ടത് കൊണ്ട് തലേന്ന് തന്നെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. പിറ്റേന്നാണ് നമ്മൾ ഫൈനൽ വർക്കും റൈറ്റിങ്ങും എല്ലാം ചെയ്തത്. അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, അതെല്ലാം അങ്ങനെ ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം കമൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും വീഡിയോ കണ്ടിട്ട് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ റൈറ്റിങ്ങിനെ പറ്റിയുള്ള അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.